വിശ്വസിയായിരിക്കട്ടെ. മെയ് 26 വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ തിരുനാൾ. റോമയുടെ അപ്പസ്തലനായ വിശുദ്ധ ഫിലിപ്പ് നേരി എളിമയ്ക്കും സന്തുഷ്ടിക്കും വിശുദ്ധനായിരുന്നു. അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ ജീവിതകാലത്ത് തന്നെ വിസ്മയമായി മാറിയ ജീവിതമായിരുന്നു വിശുദ്ധൻ്റേത്. ഒരേ സമയം രണ്ടിടത്താരിൽ നിന്നുള്ള ദിവ്യശക്തി അടക്കം ദൈവമതിൽ നിന്ന് നൽകിയ സിദ്ധികൾ നിരവധിയായിരുന്നു. ഒരു അന്മായൻ എന്ന നിലയിൽ ദൈവത്തെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും ആത്മീയ പിതാവിന്റെ നിർദ്ദേശപ്രകാരം പൗരോഹിത്യം സ്വീകരിച്ചു. സുവിശേഷ പ്രസംഗം, കുമ്പസാരം, രോഗി ശുശ്രൂഷ ഇതിനു വേണ്ടിയുള്ള തീക്ഷ്ണമായ യത്നമായിരുന്നു വിശുദ്ധൻ്റേത്. തീർത്ഥാടകരുടെ വാദങ്ങൾ കഴിഞ്ഞിരുന്നു. കുർബാന അർപ്പിക്കുമ്പോൾ അദ്ദേഹം കരഞ്ഞിരുന്നു. പലപ്പോഴും സമാധി ഉണ്ടായിരുന്നതിനാൽ കുർബാന അർപ്പിക്കാൻ 2 മണിക്കൂർ എടുത്തിരുന്നു. ഒരിക്കൽ ദൈവമാതാവ് വിശുദ്ധ ഫിലിപ്പ് നേരിക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അങ്ങനെ അടുക്കൽ വരുവാൻ ഞാൻ എന്ത് ചെയ്തു? വിശുദ്ധ ഫിലിപ്പ് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ഇന്ന് ഞാൻ പൂർത്തിയാക്കിക്കൊള്ളട്ടെ, നാളത്തെ കാര്യം എനിക്ക് ഭയമില്ല. വിശുദ്ധ ഈ വാക്കുകൾ തിരുവചനത്തെ അടിസ്ഥാനമാക്കി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 34-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകേണ്ട, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും എന്ന തിരുവെഴുത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനമാക്കാൻ. ആമേൻ.